വെൽഫെയർ പാർട്ടിയായിട്ട് എല്ലായിടത്തൊന്നും ബന്ധം ഉണ്ടായിട്ടില്ല. ചില ഏരിയയിൽ മാത്രം പ്രാദേശികമായിട്ട് സഖ്യം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് വെൽഫെയർ പാർട്ടി LDF സഹായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2 വാർഡുകളിൽ വെൽഫെയർ പാർട്ടി LDF സഹായിച്ചു. ചാല വാർഡിൽ. നാളെ റിസൾട്ട് വന്നതിന് ശേഷം കൂടുതൽ പറയാം. എന്നാൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. BJP വിജയിക്കാതിരിക്കാൻ ചില സ്ഥലത്ത് ഒരു UDF സഹായിച്ചിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പറയുന്നത്. 1-2 സ്ഥലങ്ങളിൽ അവർ LDF സഹായിച്ചിട്ടുണ്ട്. അതിൽ ചാലാന്ന് ഞാൻ പറയാൻ കാരണം ചാലയിൽ വെൽഫെയർ പാർട്ടി LDF കൂടെയായിരുന്നു. അവിടെ ലീഗാണ് UDF വേണ്ടി മത്സരിച്ചത്. ഞങ്ങൾക്കൊക്കെ നല്ല വിജയപ്രതീക്ഷയുണ്ട്. എങ്കിലും അവിടെ വെൽഫെയർ പാർട്ടി എടുത്ത സ്റ്റാൻഡ് LDF നുകൂലമായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ സ്വീകരിച്ചത്. മൊത്തത്തിൽ അവർ UDF കൂടെ തന്നെയായിരുന്നു. അത് രഹസ്യമൊന്നുമല്ലല്ലോ. 2019 മുതൽ അവർ എടുത്ത ഒരു അഖിലേന്ത്യാ നിലപാടുണ്ട്. കോൺഗ്രസ് ആണ് മതേതര പാർട്ടി. ആ കോൺഗ്രസ് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഇവിടെ പിന്തുണച്ചു. അത്രയും ഉണ്ടായി. എവിടെ അല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ പറയില്ലല്ലോ. LDF കൂടെ പോയാൽ അവർ വർഗീയ പാർട്ടി, ഞങ്ങളുടെ കൂടെ വന്നാൽ ജനാധിപത്യ പാർട്ടി. ആ ഏർപ്പാട് ഞങ്ങൾക്കില്ല. അല്ല, പിന്തുണയ്ക്കുന്നതാണ്. അല്ല, സഖ്യമൊന്നുമില്ല. സഖ്യം UDF അകത്തുള്ള കക്ഷികളായിട്ട് മാത്രമേ അലയൻസ് ഉള്ളൂ. ചില കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുണ്ടായിട്ടുണ്ട്. അത് 2019 ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് LDF. ഞങ്ങൾ 2019 വെൽഫെയർ പാർട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധം ഉണ്ടാക്കി. അത് ആ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സ്റ്റാൻഡിൻ്റെ ഭാഗമായിട്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും വരെ ഒരേ സ്റ്റാൻഡാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചത്. വെൽഫെയർ പാർട്ടി മതേതര പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത്. വർഗീയ പാർട്ടി എന്നുള്ള എനിക്കല്ല കോൺഗ്രസിനെ പിന്തുണച്ചത്. വെൽഫെയർ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ടാണ് സഖ്യം ഉണ്ടാക്കി.